ഗൈസ്, ഈ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ പിന്നെ ഗോസ്റ്റ് അഥവാ പ്രേതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഏലിയൻസും ഗോസ്റ്റും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു ആനിമെ സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നിങ്ങളൊരു ആനിമെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ആനിമെ സീരീസ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മിനിമം ഈ സീരീസിന്റെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കാരണം ടോട്ടൽ ആനിമെ ഫാൻസിനിടയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആനിമയാണിത്. പലർക്കും ഇതിനോടകം തന്നെ ഏതാണ് സീരീസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതേ ഡാൻഡഡാനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതും ഇതേ ഡാൻഡഡാൻ എന്ന ആനിമെ സീരീസിനെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഇങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമെ റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങളുടെ ആനിമെ ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ചാനലിൽ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക, അതല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതിയാവും. എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര് റിതോഡിയം എന്ന് തന്നെയാണ്. സോ ഇനി അധികം പറഞ്ഞു വൈകിപ്പിക്കേണ്ട, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഈ ഡാൻഡഡാൻ എന്ന സീരീസിന്റെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. സീരീസിലെ നമ്മുടെ നായകന്റെ പേര് കെൻ ടാക്കാക്കുര എന്നും നായികയുടെ പേര് മോമോ അയാസെ എന്നുമാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ്. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സുമാണ്. പക്ഷെ ഇവിടെ കുഴപ്പമായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും രണ്ട് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് നമ്മുടെ നായകനായ കെൻ ടാക്കാക്കുര വിശ്വസിക്കുന്നത് ഏലിയൻസിലാണ്. അതായത് നമ്മുടെ നായകൻ എന്ന് പറയുന്നത് ഈ ഏലിയൻസിന്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. മാത്രമല്ല ഏലിയൻസ് ഈ ലോകത്ത് ശരിക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ നായികയായിട്ടുള്ള മോമോ അയാസെ വിശ്വസിക്കുന്നത് ഗോസ്റ്റുകളിലാണ്. നമ്മുടെ നായകൻ ഏലിയൻസിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ അയാസെ ഗോസ്റ്റുകളിലും വിശ്വസിക്കുന്നുണ്ട്. ഇത് കാരണം തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഇവിടെ ഒരു ഡിബേറ്റ് തന്നെ വരികയാണ്. അതായത് പ്രേതങ്ങളൊന്നുമില്ല, ഏലിയൻസ് ആണ് ഈ ലോകത്ത് റിയൽ ആയിട്ടുള്ളതെന്ന് നമ്മുടെ നായകൻ വാദിക്കും. ഇതേ സമയത്ത് നമ്മുടെ നായക പറയും ഏലിയൻസ് ഒന്നുമില്ല, പ്രേതങ്ങളാണ് ഈ ലോകത്ത് റിയൽ ആയിട്ടുള്ളതെന്ന്. അങ്ങനെ ഈ കാര്യത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മിൽ അടിയാവും. അങ്ങനെ ഏറ്റവും അവസാനം ഇവർ രണ്ടുപേരിൽ ആരാണ് ശരി, അതായത് ഏലിയൻസ് ആണോ ഗോസ്റ്റ് ആണോ റിയൽ ആയിട്ടുള്ളതെന്ന് അറിയാൻ ഇവരൊരു വഴി കണ്ടെത്തുകയാണ്. സംഭവം സിമ്പിൾ ആണ്. അതായത് ഏലിയൻസ് ആണുള്ളത്, പ്രേതങ്ങളില്ല എന്ന് പറയുന്നത് നമ്മുടെ നായകൻ പ്രേതങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പോകും. ഇതേ സമയത്ത് നമ്മുടെ പ്രേതങ്ങളാണുള്ളത്, ഏലിയൻസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന നായിക ഏലിയൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പോകും. സോ ഇതാണ് ഇവർ കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത്. ഈ ഒരു മാർഗത്തിലൂടെ ഏലിയൻസ് ആണോ ഗോസ്റ്റ് ആണോ ശരിക്കും ഉള്ളതെന്ന് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു രാത്രിയിൽ അവരവർക്കായി പറഞ്ഞു വെച്ച സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും സ്ഥലങ്ങളിലേക്ക് എത്തുകയാണ്. അവിടെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. കുറച്ചധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുകയാണെങ്കിൽ അത് വലിയ സ്പോയിലേഴ്സ് ആയിപ്പോവും. സോ അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡാൻഡഡാൻ എന്ന സീരീസിന്റെ സ്റ്റോറിയെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമ്മുടെ നായകനായിട്ടുള്ള കെന്നും നായികയായിട്ടുള്ള മോമോ അയാസയും മാത്രമല്ല മറ്റു പല കിടിലൻ ക്യാരക്ടേഴ്സും ഈ ഒരു സീരീസിൽ വന്നു പോകുന്നുണ്ട്. ഈ സീരീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കണ്ട് ശീലിച്ച ഒരു ആനിമെ പോലുള്ള ഒരു ആനിമെ അല്ല ഇത്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി കൊണ്ടായാലും ക്യാരക്ടേഴ്സ് കൊണ്ടായാലും ആനിമേഷൻ സ്റ്റൈൽ കൊണ്ടായാലും മറ്റുള്ള സീരീസുകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാവുന്നുണ്ട്. സോ ഈ ഒരു സീരീസ് കാണുന്ന സമയത്ത് വേറെ തന്നെ ഒരു പുതിയ ഫീലിംഗ് നമുക്ക് കിട്ടും. ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലർക്ക് ചിലപ്പോൾ ഈ ഒരു സീരീസ് അത്ര പെട്ടെന്ന് കണക്ട് ആയി എന്ന് വരില്ല. എനിക്ക് തന്നെ അത്യാവശ്യം ഒരു 5-6 എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സീരീസുമായിട്ട് കുറച്ച് കണക്ട് ആയി തുടങ്ങിയത്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചിലരുടെ മാത്രം കാര്യമാണ്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സ് മാത്രം കണ്ട് എനിക്ക് ഈ ഒരു ആനിമേ സീരീസ് കണക്ട് ആയില്ല എന്ന് പറഞ്ഞ് ഈ ഒരു സീരീസ് നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. പകരം കുറച്ചും കൂടെ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആനിമേ സീരീസ് ഇഷ്ടപ്പെടും. ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും 12 എപ്പിസോഡ്സ് ആയി ടോട്ടലായിട്ട് 24 എപ്പിസോഡ്സ് ആണ് ഈ ഒരു സീരീസിൽ ടോട്ടൽ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ സീസൺ 2027 അനൗൺസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇത്രയാണ് ഡാൻഡഡാൻ എന്ന ആനിമേ സീരീസിനെ കുറിച്ച് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. സീരീസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുവെക്കാൻ. നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സീരീസ് തരും. ഡാൻഡഡാൻ എന്ന ഈ ഒരു സീരീസ് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇനി അതൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് ഈ സീരീസിന്റെ 24 എപ്പിസോഡ്സും യൂട്യൂബിലും മ്യൂസേജ് എന്ന ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ആ ഒരു ഈ സീരീസ് മിസ്സാക്കണ്ട. മാത്രമല്ല ഈ സീരീസ് കണ്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.